ഹലോ എവ്രി വൺ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാൻ ഇന്ന് മുതൽ ടാക്സും കൂടി അക്കൗണ്ടിങ് സബ്ജക്റ്റിൻ്റെ കൂടെ കൊണ്ടുപോവുകയാണ്. പറ്റുന്ന പോലെ ടാക്സിൻ്റെ വീഡിയോസും കൂടെ ഇനി മുതൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് അന്നന്ന് അപ്ലോഡ് ചെയ്യുന്നത് നോക്കിയിട്ട് തന്നെ പഠിച്ചു പോവുക. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ടാക്സ് എന്താണെന്ന് നോക്കാം. ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ഫീ ആണ് അല്ലേ? ഗവൺമെന്റ് ഓരോ ആളുകളുടെ കയ്യിൽ നിന്നും സിറ്റിസൺസിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്കോ സർവീസുകൾക്കോ വരുമാനത്തിനോ കളക്ട് ചെയ്യുന്ന ഫീ അല്ലെങ്കിൽ ചാർജ് ആണ് എന്തെന്ന് പറയുന്നത്? ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ടാക്സ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും കളക്ട് ചെയ്യുന്നത്? ഗവൺമെന്റിന് ഒരുപാട് വരുമാന മാർഗങ്ങൾ ഉണ്ടെങ്കിലും ടാക്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു ഇൻകം സോഴ്സ് ആണ്. ഗവൺമെന്റിന്റെ ഒരു മെയിൻ ഇൻകം സോഴ്സ് തന്നെയാണ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ബെനഫിറ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഈ സൊസൈറ്റിയിൽ ചെയ്യാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഫണ്ട് എന്ത് ചെയ്യും? ഈ കളക്റ്റഡ് ഫണ്ട് അവർ എന്ത് ചെയ്യും? യൂസ് ചെയ്യും ഗവൺമെന്റ്. അപ്പോൾ എന്തൊക്കെ എഡ്യൂക്കേഷൻ പർപ്പസിന്, ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ്, റോഡ്, ബ്രിഡ്ജസ്, അങ്ങനെ ഇതിൻ്റെയൊക്കെ ആവശ്യങ്ങളിലേക്കാണ് ഇങ്ങനെ കളക്ട് ചെയ്ത ടാക്സ് ഗവൺമെന്റ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ടാക്സ് എന്ന് ക്ലിയർ ആയോ? അപ്പോ ഇൻകം ടാക്സ്, അതായത് ഇൻകം ടാക്സ് എങ്ങനെയാണ്, ഇൻകം ടാക്സിന്റെ നിയമം എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതിന് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നത് ഏത് ആക്ടിലാണ്? ഇൻകം ടാക്സ് ആക്ട് 1961 ഇൻകം ടാക്സ് ആക്ട് 1961 ഈ ആക്ട് നിലവിൽ വന്നത് ഏപ്രിൽ 1962. ഇവിടെ എഴുതിയതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, 6 വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 1961 പാസ്സാക്കി നിലവിൽ വന്നത് 1 ഏപ്രിൽ 1962. അപ്പോൾ ഈ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളൊക്കെ ഈ ആക്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആക്റ്റിൽ 298 സെക്ഷൻസും 14 ഷെഡ്യൂൾസുമാണ് ഉള്ളത്. 298 സെക്ഷൻസും 14 ഷെഡ്യൂൾസുമാണ് ഉള്ളത്. അപ്പോൾ ടാക്സിനെ കുറിച്ച് ഏകദേശ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ടാക്സ് എന്ന് പറയുന്നത് ഒരു ഫീ ആണ്. ഈ നമ്മുടെ ഇൻകത്തിന്മേല്, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റിന്മേല്, സർവീസിന്മേലൊക്കെ എന്ത് ചെയ്യാണ്? ഗവൺമെന്റ് ചുമത്തുന്ന ഒരു ചാർജ് ആണ്, ഫീ ആണ് എന്തെന്ന് പറയുന്നത്. ടാക്സ് ഇസ് എ ഫീ കളക്റ്റഡ് ബൈ ദ ഗവൺമെന്റ് ഓൺ ഇൻകം, പ്രോഡക്റ്റ് ഓർ സർവീസസ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ഇനി ഹൂ ഈസ് ലയബിൾ ടു പേ ഇൻകം ടാക്സ്? ആരാണ് ഇൻകം ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ളത്? ആർക്കാണ് ബാധ്യതയുള്ളത്? ഇൻകം ടാക്സ് പേ ചെയ്യാൻ ആർക്കൊക്കെയാണ് ഉത്തരവാദിത്തമുള്ളത്? ആരൊക്കെയാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? എവറി പേഴ്സൺ ഹൂസ് ടോട്ടൽ ഇൻകം എക്സീഡ്സ് ദ എക്സെപ്റ്റഡ് ലിമിറ്റ്. അതായത് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന, ഈ നിയമപ്രകാരം പറഞ്ഞിരിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ഈ ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിമിറ്റിന്റെ പരിധിക്കപ്പുറം വരുന്ന എല്ലാവർക്കും എന്ത് ചെയ്യേണ്ട വരും? ടാക്സ് കൊടുക്കേണ്ട വരും. അപ്പോൾ ഇപ്പോഴത്തെ ലിമിറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, 12 ലക്ഷം. 12 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർക്കേ എന്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ? ടാക്സ് കൊടുക്കേണ്ട കാര്യമുള്ളൂ അല്ലേ? അപ്പൊ 12 ലക്ഷം വരെ എന്താണ്? എക്സംപ്റ്റഡ് ആണ്, ടാക്സ് എക്സംപ്റ്റഡ് ആണ്. 12 ലക്ഷം പുതിയ ബഡ്ജറ്റ് പ്രകാരമാണ് ഈ ഒരു പരിധി 12 ലക്ഷമായിട്ട് ഉയർത്തിയത്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എവറി പേഴ്സൺ ഹൂസ് ടോട്ടൽ ഇൻകം എക്സീഡ്സ് എക്സംപ്റ്റഡ് ലിമിറ്റ്, പറഞ്ഞിരിക്കുന്ന ലിമിറ്റിന് പരിധിക്കും മുകളിൽ വരുമാനമുള്ളവർക്ക് ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. അത് ക്ലിയർ ആയോ?
അപ്പോൾ ഈ ഒരു ലിമിറ്റൊക്കെ നിശ്ചയിക്കുന്നത് അതാത് സമയങ്ങളിൽ ബഡ്ജറ്റിൽ ഫിനാൻസ് ആക്ട് എന്താ പറയുന്നത്, ഫിനാൻസ് ബില്ല് അവതരിപ്പിക്കും. ധനമന്ത്രി ഫിനാൻസ് ബില്ല് അവതരിപ്പിക്കുകയും അതിൻ്റെ ബേസിൽ ആണ് ഇപ്പോഴത്തെ റേറ്റും ഒക്കെ ആ ഒരു ലിമിറ്റും ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ടാക്സ് എന്താണെന്നും ആർക്കാണ് ടാക്സ് പേ ചെയ്യേണ്ടത്, ഇപ്പോഴത്തെ ലിമിറ്റ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ടാക്സ് എന്താണെന്ന് പഠിച്ചു, ആർക്കാണ് ടാക്സ് പേയബിൾ ആയിട്ടുള്ളതെന്ന് പഠിച്ചു. ഇനി ഇൻകം ടാക്സ് ലോ, ഇന്ത്യയിലെ ഇൻകം ടാക്സ് നിയമം എന്ന് പറയുന്നത് മെയിൻലി ഇത്രയും കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ഇൻകം ടാക്സ് ലോ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ഇൻകം ടാക്സ് ആക്ട് 1961. അപ്പോൾ ഇൻകം ടാക്സ് ലെവി ചെയ്യുന്നത് അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്നത് ഈ നിയമത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ബേസ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ലോയുടെ ബേസ് ആയിട്ട് വരുന്നത് ഇൻകം ടാക്സ് ആക്ട് 1961 ആണ്. 1961 ആണ്. ഇതിൽ 298 സെക്ഷൻസും 14 ഷെഡ്യൂൾസുമാണുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, കഴിഞ്ഞ പേജിൽ നമ്മൾ പറഞ്ഞിരുന്നു 298 സെക്ഷൻസും 14 ഷെഡ്യൂൾസുമാണ് വരുന്നത്. അപ്പം നെക്സ്റ്റ് ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് ഫിനാൻസ് ആക്ട് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫിനാൻസ് ആക്ട് എന്ന് പറയുന്നത് ഓരോ വർഷവും പാർലമെന്റിൽ ഫിനാൻസ് മിനിസ്റ്റർ പാസ്സാക്കുന്ന ഫിനാൻസ് ബില്ല് രാഷ്ട്രപതി ഒപ്പിടുന്നതോടുകൂടി എന്തായിട്ട് മാറും? ഫിനാൻസ് ആക്ട് ആയിട്ട് മാറും. അപ്പോൾ ഈ ഫിനാൻസ് ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, ആ ഒരു ലിമിറ്റ്, പരിധികൾ, മറ്റു കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ 2025 ഫിനാൻസ് ആക്ട് 2025 ഫിനാൻസ് ആക്ട് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ 2025-26 അതുപോലെ തന്നെ അസസ്മെന്റ് ഇയർ 2026-27 എഫക്റ്റ് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് അറിയാം അസസ്മെന്റ് ഇയർ എന്താണെന്നും പ്രീവിയസ് ഇയർ എന്താണെന്ന് നമുക്ക് അറിയാം. ഏത് വർഷത്തെ ഇൻകം ആണോ ഇൻകത്തിന് ബേസ് ചെയ്തിട്ടാണോ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഏത് വർഷത്തെ ഇൻകത്തിനാണോ, അതായത് ഇപ്പോൾ നമ്മൾ 2025 നമ്മളിപ്പോൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ആ വർഷം കൊടുക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ 2024-25 ബേസ് ചെയ്തിട്ടായിരിക്കും. അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ടൈമിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഇയറാണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. അത് ഏത് ഇയറിനെ ബേസ് ചെയ്തിട്ടാണ്? പ്രീവിയസ് ഇയറിലെ ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അസസ്മെന്റ് ഇയറിൽ ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ 2025 ഒരു ഫിനാൻസ് ബില്ല് പാസ്സാക്കുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് വരുന്നത് പ്രീവിയസ് ഇയർ ആയ 2020, അതായത് അതിൻ്റെ ആക്ച്വൽ ഇഫക്റ്റ് വരുന്നത് ഏത് വർഷമായിരിക്കും? നമ്മൾ 2026-27 റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴായിരിക്കും. അതായത് പ്രീവിയസ് ഇയർ 2025-26 വർഷത്തെ അത് നമുക്ക് 1 ഏപ്രിൽ തൊട്ടിട്ട് 31 മാർച്ച് വരെ ബേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വർഷത്തെ ഇൻകത്തിൻ്റെ ഇൻകത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട വർഷം ഏതാണ്? 2026-27. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പോൾ ഫിനാൻസ് ആക്ട് എന്ന് പറയുന്നത് 2025 ഫിനാൻസ് ആക്ട് പ്രീവിയസ് ഇയർ 2005-2026 അസസ്മെന്റ് ഇയർ 2026-2027 അതിന്റെ ഇഫക്റ്റ് വരും. ക്ലിയർ ആയോ? മനസ്സിലാവുന്നുണ്ടോ? കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് ഒരു കമ്പോണന്റ് ആണ്. ഇന്ത്യയിലെ ഇൻകം ടാക്സ് എങ്ങനെ പ്രവർത്തിക്കുന്നത്, ഏതൊക്കെ രീതിയാണ്, ബേസ് ചെയ്തിട്ടാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഇൻകം ടാക്സ് ആക്ട് നമ്മൾ പറഞ്ഞു. ടാക്സ് ലെവി ചെയ്യുന്നത്, ടാക്സ് ചാർജ് ചെയ്യുന്നതൊക്കെ ഇൻകം ടാക്സിലെ പ്രൊവിഷൻസും കാര്യങ്ങളും സെക്ഷൻസും
ഒക്കെ അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് എന്താണ്? ഫിനാൻസ് ആക്ട്. ഓരോ വർഷവും ധനമന്ത്രി അവതരിപ്പിക്കുന്ന ഫിനാൻസ് ആക്ട് ബില്ല് അത് ആക്റ്റായിട്ട് മാറുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടും കൂടിയാണ് നമ്മൾ ടാക്സിന്റെ ചാർജസ് ഒക്കെ വരുന്നത്. ക്ലിയർ ആയോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പ്രീവിയസ് ഇയർ എന്താണ്, അസസ്മെന്റ് ഇയർ എന്താണെന്ന് നമ്മളത് പഠിക്കുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഞാൻ വ്യക്തമാക്കാം. ഇനി ഇൻകം ടാക്സ് റൂൾ 1962. അപ്പോൾ റൂൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഡയറക്റ്റ് ടാക്സസ് 2 തരത്തിലുള്ള ടാക്സ് ഉണ്ട്. ഗവൺമെന്റിന് നേരിട്ട് അടയ്ക്കുന്ന ടാക്സും നമ്മൾ കൊടുക്കും, പക്ഷെ അടയ്ക്കുന്നത് നമ്മളല്ല, നേരിട്ട് നമ്മൾ ഫയൽ ചെയ്യാത്ത, അതായത് GST പോലുള്ള ടാക്സുകളും. ഇതില് ഡയറക്റ്റ് ടാക്സിന്റെ അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന CBDT ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ആണ്. അപ്പോൾ ഇവര് ഒരു സെറ്റ് ഓഫ് റൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ടൈം ടു ടൈം ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ട്. അതെല്ലാം വരുന്നതാണ് ഇൻകം ടാക്സ് റൂൾ 1962. അപ്പോൾ ഇൻകം ടാക്സ് ആക്ടിനെ അതും എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി നെക്സ്റ്റ് എന്താണ്? സർക്കുലേഴ്സും നോട്ടിഫിക്കേഷൻസും. ഇതും CBDT ഇഷ്യൂ ചെയ്യുന്നതാണ് ഒഫീഷ്യൽസിന്. അവർക്ക് പലതരത്തിലുള്ള സർക്കുലേഴ്സും പല പ്രൊവിഷൻസും പല ചേഞ്ചസും ഈ സർക്കുലേഴ്സ് വഴി അവർക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് ഇൻകം ടാക്സ് ലോസ് ചാർജസിലും അതിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ പ്രൊസീഡിങ്സും ഒക്കെ കൊണ്ടുപോകാനായിട്ട് ഈ സർക്കുലേഴ്സും നോട്ടിഫിക്കേഷൻസും സഹായിക്കും. ഇത്രയേ ഉള്ളൂ ഉത്തരവുകൾ എന്ന് ഓർത്താൽ മതി. ഇപ്പൊ PSC പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളും PSCയുടെ പല ഉത്തരവുകൾ ബേസ് ചെയ്തിട്ടാണല്ലോ നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ സർക്കുലേഴ്സും നോട്ടിഫിക്കേഷൻസും. ഇത് ഒഫീഷ്യൽസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തത് ലീഗൽ ഡിസിഷൻസ് ഓഫ് കോർട്സ്. അപ്പോൾ പലതരത്തിലുള്ള നിയമങ്ങൾ ഈ ഇൻകം ടാക്സ് ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കേസിന്റെ വിധികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതുമായി ബേസ് ചെയ്തിട്ടുള്ള എല്ലാ തരം കോടതി വിധികളും ഈ ഇൻകം ടാക്സ് ആക്ടിന്റെ ഇൻകം ടാക്സ് ലോയുടെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആയോ? അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 1961, ഫിനാൻസ് ആക്ട്, ഇൻകം ടാക്സ് റൂൾ 1962, സർക്കുലേഴ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ, ലീഗൽ ഡിസിഷൻസ് ഓഫ് കോർട്ട്. അപ്പോൾ ഇത് ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ടാക്സ് നമ്മൾ പറഞ്ഞു, ടാക്സിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് 2 നാം ശ്രദ്ധിക്കണം. ഇമ്മീഡിയറ്റ് ബേർഡൻ, അൾട്ടിമേറ്റ് ബേർഡൻ. അതായത് ടാക്സിന്റെ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്, ആർക്കാണോ ടാക്സ് കൊടുക്കാനുള്ള ബാധ്യത വരുന്നത്, അത് ആരാക്കുന്നത്, ഈ 2 കാര്യങ്ങളും ഒരേ വ്യക്തിക്ക് തന്നെയാണ് വരുന്നതെങ്കിൽ അവിടെ അതാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ് തന്നെ എടുക്കാം. ഇൻകം ടാക്സ് നമ്മുടെ ഇൻകത്തിനല്ലേ, നമുക്കല്ലേ അതിൻ്റെ ഉത്തരവാദിത്തം വരുന്നത്. നമുക്ക് ഗവൺമെന്റ് എന്ന പരിധിയിൽ ലിമിറ്റിൽ ഈ ഇൻകം ടാക്സ് ആക്ടിന്റെ അതിൽ വരുന്ന ലിമിറ്റിൽ കൂടുതലായിട്ട്, ആ പരിധിയിൽ കൂടുതലായിട്ട് ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻകത്തിന് ടാക്സ് കൊടുക്കാനുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബേർഡൻ, ബാധ്യത, ഉത്തരവാദിത്തം നമുക്കാണ്. അത് നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നേരിട്ട് എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഡയറക്റ്റ് ടാക്സ്. ഇമ്മീഡിയറ്റ് ബേർഡൻ ആൻഡ് അൾട്ടിമേറ്റ്, സെയിം പേഴ്സൺ, ഒരേ വ്യക്തിക്ക് തന്നെയാണ് ടാക്സ് കൊടുക്കേണ്ട ഉത്തരവാദിത്വവും അതുപോലെ അയാൾ തന്നെയാണ് കൊടുക്കുന്നതും. അതാണ് ഡയറക്റ്റ് ടാക്സ്. ഉദാഹരണത്തിന് വ്യക്തികൾ കൊടുക്കുന്ന ഇൻകം ടാക്സ്, കമ്പനീസ് കൊടുക്കുന്ന കോർപ്പറേറ്റ് ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ഇതെല്ലാം ഡയറക്റ്റ് ടാക്സിന്റെ ലിമിറ്റിൽ വരും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സിൽ ബേർഡൻ ഈസ് ഇൻ 1 പേഴ്സൺ, കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഒരാൾക്ക്, അതായത് നേരിട്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഒരാൾക്കും അത് കൊടുക്കുന്നത് വേറൊരാളും ആയിരിക്കും.
അങ്ങനെ വരുന്നതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, നമ്മളെല്ലാവരും ടാക്സ് കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കടയിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ബില്ലിൽ നമ്മൾ നോക്കിയാൽ അതിലൊക്കെ നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. നമ്മൾ വാങ്ങിക്കുന്ന എല്ലാ പ്രോഡക്റ്റും സർവീസും ഒക്കെ നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ തന്നെ നേരിട്ട് ചെന്നിട്ടാണോ കൊടുക്കുന്നത്? അല്ല. അവിടെ ഇന്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്നത് റീറ്റെയിലേഴ്സ് ആയിരിക്കും, അല്ലേ? അവരാണ് നമ്മൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റിലേക്ക് ടാക്സ് പേ ചെയ്യുന്നത്. അപ്പോൾ ഉദാഹരണം GST, കസ്റ്റംസ് ഡ്യൂട്ടി ഒക്കെ ഇതിന് ഉദാഹരണമാണ്. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഇൻഡയറക്റ്റ് ടാക്സിൽ നമ്മൾ ഡയറക്റ്റ്ലി കൊടുക്കുന്നില്ല. ഡയറക്റ്റ് ടാക്സിൽ ആരുടെ മേലാണോ ടാക്സ് ചുമത്തിയിരിക്കുന്നത് അയാൾ നേരിട്ട് കൊടുക്കുന്നു. ഇൻഡയറക്റ്റ് ടാക്സിൽ ആർക്കാണോ ടാക്സ് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം, പക്ഷെ അവര് നേരിട്ടല്ല ടാക്സ് കൊടുക്കുന്നത്. അതാണ് ഇതിൽ വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഡെഫിനിഷൻ നോക്കാം. ഒരുപാട് ഡെഫിനിഷൻസ് ഈ ആക്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് പതിയെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം നമുക്ക് ഇൻകത്തിന്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 224. ഈ സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സെക്ഷൻസ് പഠിക്കണം. ഇൻകം ടാക്സ് ആക്ടിൽ ഇൻകത്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ 224 ആണ്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അതിൽ കുറച്ച് എഴുതിയിട്ടുള്ളൂ. ടാക്സിന്റെ ടെക്സ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് റെഫർ ചെയ്യാം കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ്, നമുക്ക് ലാഭം കിട്ടുന്ന എന്തെങ്കിലും അസറ്റ് കിട്ടുന്ന ഗെയിൻ, അതുപോലെ തന്നെ ഡിവിഡൻറ്റ്, എവിടെന്നെങ്കിലും ഡിവിഡൻറ്റ് ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻറ്റ്, അതുപോലെ തന്നെ ട്രസ്റ്റുകൾക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻസ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻസ്, സാലറി, ലോട്ടറി വിന്നിങ്സ്, അതുപോലെ തന്നെ ഗിഫ്റ്റ്, നമുക്ക് നമ്മുടെ ഏതെങ്കിലും റിലേറ്റീവ് അല്ലാത്ത നമ്മുടെ ബന്ധത്തിലല്ലാതെ വേറെ ആരെയും നമുക്ക് ഗിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ അത് എമൗണ്ട് എക്സീഡിങ് 50,000 എബോവ് നമുക്ക് വാല്യൂ ഉള്ള ഒരു ഗിഫ്റ്റ് ആരെങ്കിലും പ്രസന്റ് ചെയ്താൽ അതിനും ടാക്സ് കൊടുക്കേണ്ടത്. അതും ഇൻകത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാനതെല്ലാം എഴുതിയിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം മുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് എല്ലാം ഞാനിവിടെ എഴുതിയിട്ടില്ല. ടോട്ടൽ ഇൻകം ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞ് കുറേ പഠിച്ചെങ്കിലും നമ്മൾ ടോട്ടൽ ഇൻകം, ടാക്സബിൾ ഇൻകം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എത്ര ടാക്സ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഇൻകത്തിനെ 5 ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. 5 ഹെഡ്സ്, മെയിനായിട്ട് 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? ഇൻകം ഫ്രം സാലറി ഇൻകം, ഹൗസ് പ്രോപ്പർട്ടി, വീടുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വരുമാനം, റെന്റാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലാഭം, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻസ്, എന്തെങ്കിലും അസറ്റ് വിറ്റ് കിട്ടിയാൽ അതിൽ നിന്നുള്ള ഇൻകം. അതുപോലെ തന്നെ മറ്റ് സോഴ്സസ്, വിന്നിങ്, ലോട്ടറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാമാണ് ഈ 5 ഹെഡ്സ് ആണ് മെയിനായിട്ട് ടോട്ടൽ ഇൻകം കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു 5 ഹെഡ്സിലായിട്ടാണ് ഇൻകത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻസ്, ഇൻകം ഫ്രം അതർ സോഴ്സസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.